ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് കാർത്തിക് സൂര്യയുടെ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ഏകദേശം 2.4 മില്യൺ പ്ലസ് വ്യൂസ് ആണ് വന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ചാനൽ ഇത്രയും വ്യൂസും സപ്പോർട്ടും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അപ്പോൾ എല്ലാവർക്കും അതിലൊരു വലിയ നന്ദിയുണ്ട്. ആ വീഡിയോയുടെ അടിയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ. അപ്പോൾ ട്യൂട്ടോറിയൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. നമുക്ക് +1 എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്സാർട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ പിക്സാർട്ട് എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ ഏകദേശം ഇതേപോലുള്ളൊരു പേജാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളോ ഫേസ്ബുക്കോ യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ മേലുള്ള സ്കിപ്പ് ബട്ടൺ എടുത്ത് സ്കിപ്പ് ചെയ്തേക്കാം. അപ്പോൾ പെർമിഷൻസ് ഒക്കെ ചോദിക്കും, അതൊക്കെ അലോ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ കുറേ ഫോട്ടോസ് അവർ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇമേജ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് കാണാൻ പറ്റുക. അപ്പോൾ റൈറ്റ് സൈഡിൽ കുറേ ടൂൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ ടൂൾസ് ഒക്കെ നമുക്ക് ഇന്ന് തന്നെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം കാണുന്നതാണ് ടൂൾസിൽ തന്നെ വേറെയും കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ആദ്യമുള്ളതാണ് ക്രോപ്പ് ടൂൾ. അത് യൂസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഇമേജിന്റെ സൈസ് ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യമുള്ള പോലെ ക്രോപ്പ് ചെയ്തതിന് സെറ്റ് ആക്കിയതിന് ശേഷം മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ അടിച്ച് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ടൂൾസിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഓപ്ഷനാണ് റിമൂവ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത് നമ്മുടെ ഇമേജിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൗഗ്ലി ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇമേജിലെ മൗഗ്ലിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി ആ ബ്രഷ് ഐക്കൺ യൂസ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യേണ്ട ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ മാർക്കിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം റിമൂവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജ് ആടുന്ന് റിമൂവ് ആയതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ് അങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ എമൗണ്ട് നമുക്ക് ഈ പോയിന്റ് മുകളിലേക്കും താഴേക്കും ഡ്രാഗ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ വേണ്ട രീതിയിൽ സെറ്റ് ആക്കിയതിന് ശേഷം മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ അടിച്ചിട്ട് സേവ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ടൂൾ പരിചയപ്പെടാം. എഫക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ തരത്തിലുള്ള എഫക്റ്റുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ബ്ലർ ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിന് മുകളിൽ ഒന്നും കൂടി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് ഒക്കെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബ്ലർ മാത്രമല്ല വേറെയും കുറേ എഫക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്നും പ്രത്യേകിച്ച് അറിയാൻ മാത്രമൊന്നുമില്ല. എല്ലാം പിടിച്ച് ഞെക്കിയേക്കുക. ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ അടിച്ച് സേവ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ഓപ്ഷനാണ് സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പേജാണ് ഉണ്ടാവുക. അപ്പോൾ മുകളിലൊരു സെർച്ച് ബാർ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടത് ഏതിൻ്റെ സ്റ്റിക്കറാണോ വേണ്ടത് അത് ഇതേപോലെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ കുറേ ഇമേജസ് ഇതേപോലെ വന്നിട്ടുണ്ടാവും. വേണ്ട സാധനം ഏതാ വെച്ചാൽ അതിന് മുകളിലൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ ഇമേജിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വേറെയും കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. നമുക്ക് പരിചയമുള്ള ഓപ്ഷൻസ് തന്നെയാണ്. നമ്മുടെ അഡ്ജസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ക്രോപ്പ് ടൂൾ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ചെടി മാത്രമേ ആവശ്യമുള്ളൂ, ചെടിയുടെ ചട്ടി നമുക്ക് ആവശ്യമില്ല. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ആ ഒരു ഇറേസർ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് ശേഷം ഇറേസർ സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് റിമൂവ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പെൻസിൽ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ വീണ്ടും തിരിച്ച് വരയ്ക്കാൻ പറ്റുന്നതാണ്. മുകളിൽ ഒരു ആരോ മാർക്ക്, 2 ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് റീഡും അൺഡും ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒരു ചെടി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സാധനം വെച്ചാൽ അത് അതേപോലെ ആഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ആ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് വേണ്ട സാധനം ഏതാ വെച്ചാൽ അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തേക്കാം. ഇപ്പോൾ ഞാൻ ഒരു സൂര്യനെ കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ ഇറേസർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂളാണ് ഈ ബ്ലെൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന എല്ലാ ഇമേജിലും നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
അടുത്തത് ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസ് ഒക്കെ ഈ ഇമേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതാ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊന്ന് സെലക്ട് ചെയ്തേക്കാം. അതിനുശേഷം മുകളിൽ കാണുന്ന ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആഡ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ നമുക്ക് അറിയാവുന്ന കുറേ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് വൈറ്റ് ആണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറേസർ ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. ഇറേസർ സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാം. നമ്മുടെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വേറെ ട്രിക്ക് പറഞ്ഞുതരാം. ഈ സെലക്ട് ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ പേഴ്സൺ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക് തന്നെ റിമൂവ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാ ഇമേജിലും ഈ ട്രിക്ക് വർക്ക് ആവില്ല, എന്നാലും ഏകദേശം ഒക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ ചിത്രം വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഡ്രോ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് കാണാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ ഒരു കളർ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് കളറിലാണ് വരയ്ക്കുന്നത് ആ കളർ സെലക്ട് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കുറേ തരത്തിലുള്ള ബ്രഷുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ ബ്രഷിന് മുകളിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈസ് ഹാർഡ്നെസ് ഒക്കെ നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റിപ്പോവാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അവർ ഇറേസർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മായ്ച്ച് കൊടുത്തേക്കുക. അപ്പോൾ ചെറിയ വല്ല തെറ്റുവാണെങ്കിൽ നമ്മൾ ഇതേപോലെ മായ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സൈഡിൽ ആ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീഡോ അൺഡു ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആയിക്കോളും. അപ്പോൾ വേണ്ട രീതിയിലെല്ലാം വരച്ചതിന് ശേഷം മുകളിലുള്ള ടിപ്പ് ബട്ടൺ അടിച്ച് സേവ് ചെയ്യാം. അടുത്തൊരു ഓപ്ഷനാണ് ലെൻസ് ഫ്ലെയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കളർഫുള്ളായ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ലെൻസിലേക്ക് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഇതൊരു ലെൻസ് ഫ്ലെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സൂര്യൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ആ സൈസൊക്കെ ഇതേപോലെ നമുക്ക് സൈഡിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇമേജിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇതേപോലെ സെർച്ച് ചെയ്ത് അടിച്ചു കൊടുത്തേക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ കുറേ ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആവശ്യമുള്ളത് ഇതേപോലെ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ വേറെയും കുറേ ഓപ്ഷൻസ് റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. സ്ട്രോക്ക്, ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആവശ്യമുള്ള കളർ ഇതേപോലെ സെലക്ട് ചെയ്യാം. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ആ ഒരു ടിക്ക് ബട്ടൺ യൂസ് ചെയ്തിട്ട് സേവ് ചെയ്തേക്കുക. നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു ഇമേജ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വേണമെങ്കിൽ ഈ ഇമേജ് ഇതേപോലെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മുടെ എടുത്തല്ല, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ വിജയാണ് എൻ്റെ വേറൊരു ഫോട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അപ്പോൾ പിക്സാറിൽ ഇത് കൂടാതെ വേറെയും കുറേ ഫീച്ചേഴ്സും ടൂൾസൊക്കെ അവൈലബിൾ ആണ്. ഈ വീഡിയോക്ക് നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതിലേക്കും ഗുഡ് ബൈ.